ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മളെ ടോട്ടൽ കാർ കളക്ഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ആദ്യം ഞാൻ കളക്ഷൻ തുടങ്ങിയത് ഈ ഒരു വണ്ടിയിൽ നിന്നാണ്. ഇതൊരു ഇന്നോവ ക്രിസ്റ്റയാണ്. ഞാൻ നോക്കിയപ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു സാധാ ഒരു പ്ലാസ്റ്റിക് കാറാണ്. ഇത് ഓൺലൈനിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും. അടുത്തത് ഞാൻ ഈ ഒരു കാറായിരുന്നു വാങ്ങിയത്. ഇതിന് ഞാൻ നമ്പർ പ്ലേറ്റ് വെച്ചു. ചില വണ്ടികൾക്ക് ഞാൻ നമ്പർ പ്ലേറ്റ് വെച്ചു. ഇതൊരു ക്രെട്ടയാണ്, പ്ലാസ്റ്റിക് തന്നെയാണ്. അടുത്തത് ഞാൻ ഈ ഒരു കാറ് ഇതൊരു G-Wagon. ഇതിൻ്റെ ഡോർസ് രണ്ടും പിന്നെ ബോണറ്റും മാത്രം തുറക്കാൻ പറ്റുള്ളൂ. ഇതൊരു മെറ്റലാണ്. ഇത് മാത്രമാണ് പ്ലാസ്റ്റിക് ഉള്ളത്. ഇത് ഞാൻ നമ്പർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, അതിന് ഊരിയതാണ്. അടുത്ത കാറെന്ന് പറയുന്നത് ഈ ഒരു കാറാണ്. ഇതൊരു ടാറ്റ നെക്സോൺ ആണ്. ഇതിൻ്റെ എല്ലാം തുറക്കാൻ പറ്റും, ലൈറ്റും കത്തും, പിന്നെ ബാക്ക് സൈഡിലും കത്തും, പിന്നെ ബോണറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും, പിന്നെ ഡോർസ് ഓപ്പൺ ചെയ്യാൻ പറ്റും, പിന്നെ ബാക്കത്തെ 2 ഡോർസും ഓപ്പൺ ചെയ്യാൻ പറ്റും, പിന്നെ ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റും, പിന്നെ സൺറൂഫും ഓപ്പൺ ചെയ്യാൻ പറ്റും. അടുത്ത കാർ എന്ന് പറയുന്നത് ഈ ഒരു Audi A7 ആണ്. ഇത് മെറ്റലാണ്, ഫുൾ മെറ്റൽ. ഇതിന് കുറച്ച് പ്രൈസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാ ഡോർസും ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ ഡോറ് മാത്രം കുറച്ച് ഓപ്പൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ഇപ്പുറത്ത് കൂടെ കൈയിട്ട് വേണം ഓപ്പൺ ചെയ്യാൻ. ഇത് ഇവിടെ ഗ്ലാസ് വരുന്നതാണ്. ഇതിനൊരു സ്റ്റിക്ക് ഉണ്ടായിരുന്നു, ഇത് പിടിച്ചു വയ്ക്കാം. പക്ഷെ ഞാൻ കൈ കൊണ്ടാണ് മേടിക്കുക. നഖമുള്ളവർക്കേ വേൻ പറ്റും. പിന്നെ ഇതിൻ്റെ സ്പോയിലർ പൊന്തിച്ചും താത്തും വെക്കാം. പിന്നെ ഇതിന് ഇത് ഓപ്പൺ ചെയ്യാം. പിന്നെ ബോണറ്റ് എൻജിൻ ഇതാണ് വരുന്നത്. ഇവിടെ നല്ല സ്പേസ് ഉണ്ട് അത്യാവശ്യം. പിന്നെ ടയർ റൊട്ടേറ്റ് ചെയ്യാം. ഇതിനും ലൈറ്റ് കത്തും. പക്ഷെ അത് എൻ്റെ അടുത്ത് നിന്ന് ഒരു വട്ടം ഞാൻ വാങ്ങിയ സമയത്ത് ഇത് ഞാൻ ബോംബെയിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ബോംബെയിൽ നിന്ന് അവിടെ നിന്ന് ഞാൻ കളിച്ചപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എൻ്റെ അടുത്ത് താഴെ വീഴുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ലൈറ്റും ഇതും കറക്റ്റ് വർക്കിംഗ് അല്ല. ഇത് ഇവിടെ ഇങ്ങനെ എന്താ പറയുക, വെറുതെ ഒരു സ്വിച്ച് ഉണ്ട് ഇവിടെ താഴെ. എന്താ പറയുക, ഇവിടെ താഴെ ഇവിടെ ഇത് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓണും ഓഫും ഉണ്ട്. ചിലപ്പോൾ വർക്ക് ചെയ്യും, നോക്കട്ടെ. ഇവിടെ ഇങ്ങോട്ട് ചെയ്താൽ ലെഫ്റ്റിലേക്ക് ആക്കിയാൽ നമുക്ക് എന്താ പറയുക, വെറുതെ ലൈറ്റ് ബാക്കിലും മുമ്പിലും കത്തും, വെറുതെ ഇങ്ങനെ കത്തും. പിന്നെ റൈറ്റിലേക്ക് ആക്കിയാൽ എന്താ പറയുക, ഇത് നമുക്ക് ഡോറ് ഓപ്പൺ ചെയ്യുമ്പോൾ ശരിയാക്കാനും പറ്റും. പിന്നെ ഹോൺ അടിക്കുമ്പോൾ പ്രത്യേക ഒരു സൗണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫീച്ചേഴ്സ്. പിന്നെ ഇതിൻ്റെ ഈ കണ്ണാടിയും ഇങ്ങനെ ആക്കി വെക്കാം. പിന്നെ ടയർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അകത്തെ സ്റ്റിയറിങ്ങും റൊട്ടേറ്റ് ആവും. അടുത്തത് ഞാൻ വാങ്ങിയത് ഒരു ഡിഫൻഡർ ആണ്. ഇതിൻ്റെ ലാഡർ താഴേക്ക് ആക്കാം. പിന്നെ ഇതും ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു സ്റ്റിക്കല്ല, ഈ ഒരു ഇതും ഒരു ചെറിയ സാധാ ഡിഫൻഡറിലൊക്കെ ഉള്ള പോലെ. പിന്നെ ഇതിൻ്റെ ഈ എന്താ പറയുക, ഈ മിററും ഇങ്ങോട്ടാക്കിയേക്കാം. ഞാൻ ഓഡിയിൽ കാണിച്ചു തന്ന പോലെ അതേപോലെയാണ്. പക്ഷെ ഇതിന് ഡോറ്
വരുന്നത്. ഡോറ് ഇങ്ങനത്തെ ഡോറാണ്, ഗ്ലാസ് വരുന്നില്ല, എല്ലാം ഓപ്പണബിൾ ആണ്. ഇതിന് സ്റ്റിയറിങ്ങിൽ ഹോണ് മാത്രമേ ഉള്ളൂ, പിന്നെ വെറുതെ ലൈറ്റ് ഇങ്ങനെ കത്തിച്ച് വെക്കുന്ന അതേ ഉള്ളൂ. പിന്നെ ഇതോ ഓപ്പണാണ്. എൻജിൻ ഇതാണ് വരുന്നത്. പിന്നെ ഇത് ഓപ്പൺ ചെയ്യും. ഇതിനകത്ത് ഞാൻ കുറച്ച് പേപ്പർ വെച്ചിട്ടുണ്ട്, ഇത് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ അകത്ത് വീഡിയോയിൽ കിട്ടിയില്ല, ഞാൻ കുറച്ച് ഇങ്ങോട്ടേന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് പേപ്പർ ഞാൻ വെച്ചാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെയാണ് ഇതിൻ്റെ സ്വിച്ച് വരുന്നത്. ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു, അത് ഞാൻ വാങ്ങുമ്പോഴേ അതില്ലായിരുന്നു. ഇതിൻ്റെ ടയറും റൊട്ടേറ്റബിളാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഓഫിലാണ്. ഞാൻ ഇപ്പോൾ ലൈറ്റിൻ്റെ ഒരു ചിത്രമുള്ള സ്ഥലത്തേക്കാണ് ഞാനത് വെച്ചത്. അപ്പോൾ വെറുതെ ഇങ്ങനെ ലൈറ്റ് കത്തും. അത് ഇനിയിപ്പോൾ ഞാൻ ഒന്നും കൂടെ അപ്പുറത്തേക്ക് ആക്കിയാൽ ഓൺ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, അല്ല ഓൺ എന്നുള്ളൊരു ഇതുണ്ട്, അങ്ങോട്ടാക്കിയാൽ ആ സൈഡിലേക്ക് ആക്കിയാൽ ഞാൻ ഇപ്പോൾ സ്റ്റിയറിങ്ങിൽ കൈ ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. അപ്പോൾ സ്റ്റിയറിങ് ഉള്ളിലേക്ക് പോകും. അപ്പോൾ ലൈറ്റും കത്തും, ഒരു സൗണ്ടും വരും. നല്ല പവർഫുൾ ലൈറ്റാണ് ഇതിന് വരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇത് ഈ ഡിഫൻഡറാണ്. ഈ ഡിഫൻഡറും ഇതുമാണ് എനിക്ക് ഇതിൻ്റെ ഈ കാർ കളക്ഷനിൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കാറാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് വരാൻ പറ്റും.